അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സഹോദരിയുടെ ഒരു സംസാരം കേട്ടു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന വീഡിയോകൾ കാണിച്ചുകൊണ്ട് ഇസ്ലാം മത നിയമമനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ആളുകളോട് നടത്തുന്ന ഒരു സംസാരമാണ്. നമുക്കതൊന്ന് കേൾക്കാം. മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്. അതെ, ഇസ്ലാമിൽ മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ടായിക്കോട്ടെ തട്ടമില്ലാതെ ആയിക്കോട്ടെ അവർ ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. അത് ചെയ്യാൻ പാടില്ല. കാലഘട്ടം മാറിയേ, പിള്ളേരൊക്കെ വേറെ ലെവലാണ്. കാലഘട്ടം മാറിയാലും പിള്ളേർ ഏത് ലെവലിലായാലും ഇസ്ലാം മതത്തിലെ നിയമം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല. അവരെയൊക്കെ അവരുടെ വഴിക്ക് വിടും. അവർ അവരുടെ ഇഷ്ടം പോലെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തടയുമായിരുന്നുവെങ്കിൽ അവരുടെ വീടുകളിൽ നിന്ന് അവരെ തടയുമായിരുന്നല്ലോ. അവർക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന, അവരെ വിദ്യാലയങ്ങളിൽ കൊണ്ടുപോയി ചേർത്ത രക്ഷിതാക്കളുണ്ട്. അവരുടെ പെർമിഷനോടെ തന്നെ ആയിരിക്കുമല്ലോ അവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തതും അവർ ഈ രീതിയിൽ ഡാൻസ് ആടിയതും ഒക്കെ. നിങ്ങൾ ഈ ഓണം കഴിയുന്നത് വരെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പരിസരത്തോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെന്തിനാണ് സഹോദരി? ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നത് കണ്ട് മറ്റുള്ളവരൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒഴിവാക്കി മാറി നിൽക്കണമെന്ന് പറയുന്നത്? ഇസ്ലാം മത വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാമിനൊരു നിയമമുണ്ട് എന്നും ആ നിയമം നമ്മൾ പൂർണ്ണമായും അനുസരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ ചില കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നു എന്നുള്ളത് അവരുടെ അവകാശമാണ്. അത് അവർ പറയുന്നു. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം. ഈ ഡാൻസ് കളിച്ച പെൺകുട്ടികൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം ഇസ്ലാമിൽ ഇതൊക്കെ നിഷിദ്ധമാണ് എന്ന്. ഇസ്ലാമിക നിയമങ്ങൾക്ക് പുല്ലുവില നൽകിക്കൊണ്ട് അവർ ഡാൻസ് കളിക്കണം, അവർ ആഘോഷിച്ചോട്ടെ. ഇനി അവർ ആ തട്ടം ഒഴിവാക്കിക്കൊണ്ട് പേരുകൾ മാറ്റിക്കൊണ്ട് ഡാൻസ് കളിക്കണം, അങ്ങനെയും അവർ ചെയ്തോട്ടെ. ഒരു വിശ്വാസി എന്ന നിലക്ക് അവന്റെ ബാധ്യതയാണ് മതനിയമങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരോടത് ഉപദേശിക്കുക എന്നുള്ളത്. അതല്ലാതെ മതനിയമങ്ങൾക്ക് പുല്ലുവില നൽകിക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതിനൊന്നും ഞങ്ങൾക്കാർക്കും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെയില്ല. ഇസ്ലാമിന്റെ ഇസ്സത്ത് കുറയാനോ പോകുന്നില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുരു പൊട്ടും, ഇല്ലെങ്കിൽ പിള്ളേര് പൊട്ടിക്കും. എന്തിന് കുരു പൊട്ടേണ്ട ആവശ്യം? എന്തിന് കുരു പൊട്ടിക്കേണ്ട ആവശ്യം? അവർക്ക് അവരുടെ ഇഷ്ടമാണ്. ഞങ്ങളിവിടെ പറയുന്നത് എന്താണ്? ഇസ്ലാമിന്റെ നിയമമാണ്. അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെയൊക്കെ കളിക്കുകയാണെങ്കിൽ അവർ കളിച്ചോട്ടെ. പിള്ളേർ ഇവിടെ ഓണം അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. ദാ ഇതുപോലെ അവരതെടുത്ത് പോസ്റ്റ് ചെയ്യും, നിങ്ങൾ അത് കാണും, പിന്നെ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നത്തെ തലമുറയിലെ മുസ്ലിം പെൺകുട്ടികളോട് ഡാൻസ് കളിക്കരുത്, ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് ജീവിക്കാൻ നോക്കുക. അവര് ഡാൻസ് കളിക്കുകയോ പാട്ട് പാടോ തലകുത്തി മറിയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നിങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ അങ്ങ് ജീവിക്കും. ആ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവരുടെ മാതാപിതാക്കളുണ്ട്, അവരത് കൃത്യമായി നോക്കിക്കോളും. അതെ, അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് ഒന്നാമതായി നോക്കേണ്ടത്. പിന്നെ മതം പഠിച്ച പണ്ഡിതന്മാർ ഇത് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വ നിർവഹണമാണ്. അത് വേണ്ടവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ് എന്നും പരലോകത്തിലെ ജയപരാജയം അനുസരിച്ചാണ് അത് ലഭിക്കുക എന്നും അവിടെ വിജയിക്കണമെങ്കിൽ നാം എങ്ങനെയായിരിക്കണമെന്നും കൃത്യമായി ധാരണയുള്ള ആളുകൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ആളുകളോട് ഉപദേശിക്കുന്നത്. അതും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കൃത്യമായ ധാരണ കൊണ്ടാണ് അവർ അത് പറയുന്നത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. പിന്നെ ഈ ഓണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. അത് ആഘോഷിക്കരുത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. സഹോദരി, ആ രീതിയിലുള്ള ഭീഷണിക്കൊന്നും പ്രസക്തിയില്ല. കാരണം ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതല്ലാത്ത പ്രവർത്തനങ്ങളാണ് കാണുന്നതെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് നേരിടാം. ഇസ്ലാം മത വിശ്വാസികളോടാണ് പറയുന്നത് ഇത്തരം ആഘോഷങ്ങളിൽ നാം പങ്കെടുക്കാൻ വേണ്ടി പാടില്ല. അതിന് മതപരമായ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതല്ലാതെ ആരോടെങ്കിലുമുള്ള വിദ്വേഷം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒന്നുമല്ല. ഒരിക്കലും അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യരുത്. ആ മതനിയമം അനുസരിച്ച് ജീവിക്കുന്നവർ, ആ നിയമം മനസ്സിലാക്കിയവർ അത് പറയുന്നു എന്നേ ഉള്ളൂ. അത് വേണ്ടവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് അത് തള്ളിക്കളയാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്.